ഹലോ, ഇന്ന് കുറച്ച് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയാലോ, അതും വിൻറ്റേജ് തീമിൽ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതേ അല്ല. പക്ഷേ നമ്മൾ ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിലൊരു കമൻറ്റെങ്കിലും കാണും വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് ചെയ്യുമെന്ന്. വിൻറ്റേജ് മാത്രമല്ല, കുറേ പേര് ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള സപ്ലൈസും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നെന്തായാലും നമുക്ക് വിൻറ്റേജ് ഉണ്ടാക്കാം, പിന്നീട് നമുക്ക് ക്യൂട്ട് ആൻഡ് കവായി ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഡോട്ട് സ്റ്റിക്കേഴ്സാണ്. കുറച്ച് കട്ടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കെച്ച് ബുക്ക് പേപ്പർ യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് സർക്കിൾസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുക്കുക. നിങ്ങൾ പിൻട്രസ്റ്റ് പോയിട്ട് ഡോട്ട് സ്റ്റിക്കേഴ്സിനോ റൗണ്ട് സ്റ്റിക്കേഴ്സിനോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഇമേജസ് കിട്ടുന്നതാണ്. അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതെടുത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കോഫി പൗഡർ വെച്ചിട്ട് ഇവൾ കോഫി ഉണ്ടാക്കാൻ പോവുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, ഇതും നമുക്ക് ആവശ്യമുണ്ട്. കോഫി പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളമാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോ റൗണ്ടും ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ കോഫി പൗഡർ ഇല്ലാത്തവരും വിഷമിക്കേണ്ട, നമ്മുടെ ബ്രൗൺ വാട്ടർ കളറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗൺ കളറിലുള്ള അക്രിലിക് പെയിൻറ്റിൽ കുറച്ച് വാട്ടർ മിക്സ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ അത് റെഡി. ഇനി കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. സോ കട്ടിയുള്ള പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്തത്. എവിടെപ്പോയാലും ഗ്രിഡ് ലൈൻസ് വിട്ട് വേറൊരു കളിയില്ലാത്തതും കൊണ്ട് ഇതിലും നമ്മൾ ഫസ്റ്റായിട്ട് ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചു കൊടുത്തത്. പിന്നെ ഈ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കാൻ നല്ല സുഖല്ലേ, ഒരു പേപ്പർ എടുത്തിട്ട് വേണ്ട ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക. ഞാൻ ചെയ്ത പാറ്റേൺ പേപ്പേഴ്സിലൊക്കെ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പാറ്റേൺ പേപ്പർ ഈ ഒരു ലീഫ് ഡിസൈനാണേ. അങ്ങനെ നമ്മുടെ 4 പാറ്റേൺ പേപ്പേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എനിക്കിതിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ ഫ്ലവർ വരച്ചതാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി കുറച്ച് വിൻറ്റേജ് പോളറോയിഡ്സ് ഉണ്ടാക്കാം. അതുണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോർഡർ എന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്ക്വയർ ഒന്ന് വരച്ചെടുക്കുക. പോളറോയിഡ് ആയതുകൊണ്ട് തന്നെ അടിഭാഗത്ത് ഇച്ചിരി അധികം സ്പേസ് വിടണേ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെ ഇതും റെഡി. ഇനി കുറച്ച് വാഷി ടേപ്സ് ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ ജേർണലിംഗ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തുലിപ്സും അതുപോലെ തന്നെ കുറച്ച് നോർമൽ ഫ്ലവേഴ്സൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത്. ബ്രഷ് വെച്ച് പെയിൻ്റ് അടിച്ചാൽ ഇന്നൊന്നും പെയിൻ്റ് അടിച്ച് ചെയ്യില്ല. അതിനെക്കൊണ്ട് ഒരു സ്പോഞ്ച് എടുത്ത് ഇതുപോലെ കോഫി വാട്ടറിൽ മുക്കിയിട്ട് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം പരിപാടി കഴിഞ്ഞിട്ടു. ഇനി ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു വള പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണേ. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതുപോലത്തെ ഒരു പേപ്പർ സ്ട്രിപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കണേ. കാരണം വേറൊന്നുമില്ല, ഇതൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണേ. നമ്മളിവിടെ സ്റ്റിക്കി വാഷി ടേപ്പ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയാലോ. ഞാനെപ്പോൾ സ്റ്റാമ്പ് ഉണ്ടാക്കിയാലും വലിയതായി പോകാനാണ് പതിവ്. ഇന്ന് കുറച്ച് ചെറുതായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച ചെറിയ പേപ്പറൊക്കെയാണ് എടുത്തത്. പക്ഷേ ഫൈനലിൽ വന്നപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുത് വേണമെന്നായിരുന്നു ആഗ്രഹം. കാരണം വരുന്നല്ല, എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ ജേർണൽ ഉണ്ടല്ലോ, അപ്പം അതിൽ വലുതൊട്ടിച്ച് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ സ്റ്റാമ്പ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് എനിക്കറിയില്ല, എന്നാലും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സിഗ്സാഗായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തുറക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി പോവുകയെ. ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ സിംഗിൾ പീസായിട്ടാണ് കിട്ടുക. നമുക്കിതുപോലെ ടിയർ ചെയ്തെടുക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ച് വരണം. അത് ഇതുപോലെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഓരോന്നും സിംഗിൾ പീസായി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ടെന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടിയർ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ, പിക്ചർ വരയ്ക്കുക, കളർ ചെയ്യുക.
നമ്മുടെ സ്റ്റാമ്പ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ കുറച്ച് വേറെയും കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് ഉണ്ടാക്കാം. ഇത് വേറെ ഒന്നിനല്ല, നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കോഡ്സോ മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജേണലിൽ ഉൾക്കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രെയിംസിൻ്റെ ഉള്ളിലൊക്കെ എഴുതി നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമ്മൾ ജേണൽ സപ്ലൈസിൻ്റെ ഈ വീഡിയോയിൽ അവസാനത്തെ സപ്ലൈസ് ആണ് കേട്ടോ അത്. സംഗതി വേറൊന്നുമില്ല, നമ്മുടെ നോർമലി കുറച്ച് ബോർഡേഴ്സൊക്കെ വരയ്ക്കാറില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കുക. പിന്നെ പെയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണേ. അങ്ങനെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുക. ഇത് നിർബന്ധമൊന്നുള്ള കാര്യമല്ല, ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു വിൻറ്റേജ് ഫ്രെയിംസും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത്രയും സപ്ലൈസ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് വെച്ചിട്ടുള്ള ജേർണലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ.